നിങ്ങൾ എത്ര പേര് ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ക്ഷേമ പെൻഷൻ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാറുള്ളത്. കുറച്ച് പേരാണ് ബാങ്കിൽ ശരിക്കും പറഞ്ഞാൽ ക്ഷേമ പെൻഷൻ ഡയറക്റ്റ് ആയിട്ട് വരാറുള്ളൂ. അത്യാവശ്യം വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർ, എല്ലാത്തിനെ പറ്റിയിട്ട് ടെക്നോളജിയെ പറ്റിയിട്ട് അറിയാത്ത ആൾക്കാർക്കൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് കൊടുക്കുക. അതുപോലെ തന്നെ വികലാംഗരായിട്ടുള്ള, അതുപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്കൊക്കെ വീട്ടിൽ വന്നിട്ട് തന്നെ കൊടുക്കുക. പക്ഷേ ഇനി ക്ഷേമ പെൻഷൻ വീട്ടിലേക്ക് വരില്ല എന്നാണ് ഇന്നത്തെ പത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ന്യൂസായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്ഷേമ പെൻഷൻ വീട്ടിലേക്ക് എത്തില്ല. സാമൂഹ്യ ക്ഷേമ പെൻഷൻ കിടപ്പ് രോഗികൾക്ക് ഒഴികെ വീട്ടിലെത്തിച്ച് നൽകുന്നത് നിർത്തലാക്കുന്നു. പെൻഷൻ വാങ്ങുന്നതിന് ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാക്കും. ഓണം കഴിഞ്ഞാവും പുതിയ പരിഷ്കാരം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും, 1 മാസത്തെ ടൈമേ ഉള്ളൂ. അപ്പോൾ ഈ മാസം കൂടി നിങ്ങൾക്ക് വീട്ടിൽ ക്ഷേമ പെൻഷൻ വരുള്ളൂ. പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കിടപ്പ് രോഗികൾക്ക് എന്തായാലും വീട്ടിൽ എത്തിക്കുന്നുള്ളത്, ബാക്കി എല്ലാവർക്കും അക്കൗണ്ടിൽ തന്നെ വരിക. അതെന്തായാലും നല്ലതാണ്. കാരണം ഏറ്റവും ആദ്യം അക്കൗണ്ടിലേക്ക് തന്നെ വരിക, അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ വരികയും ചെയ്യും. ഈ ഇടയിൽ വീട്ടിൽ കൊണ്ടുവരുന്ന പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഒരു വീട്ടിൽ കൊടുക്കുന്ന 40 രൂപ അത്ര ക്ഷേമ പെൻഷന് കൊടുക്കുന്നത്. അതെന്തായാലും കുറച്ച് നിർത്തലായ ഒരു മട്ടന്നെ ആയിരിക്കും. അതാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ന്യൂസ് എന്താ വെച്ചാൽ, നമ്മുടെ മലയാളത്തിന്റെ അഭിമാനമായ അനിൽ മേനോൻ സ്പേസിൽ ഇറങ്ങി നടന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇന്ന് ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത്. എന്താ ഇങ്ങനെ നല്ല രീതിയിൽ സ്പേസിൽ ബഹിരാകാശത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എന്തായാലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ലതാണ്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ചന്ദ്രനിൽ പോയിട്ട് ഇറങ്ങണം എന്നൊക്കെ. എന്ന് നടക്കുമെന്നറിയില്ല, പക്ഷെ കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ സ്പേസ് ടൂറിസം തുടങ്ങും. അപ്പോൾ സാധാരണക്കാരൻ എന്തായാലും പറ്റില്ല, കോടീശ്വരന്മാരായ ആൾക്കാർ സ്പേസിൽ ടൂറിസം നടത്തും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അനിൽ മേനോൻ എന്തായാലും ബഹിരാകാശത്ത് ഇറങ്ങി നടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല ബഹിരാകാശത്ത് നടക്കുക. കാരണം നമുക്ക് സാധാരണ ഭൂമിയിൽ നടക്കണ പോലെ നടക്കാൻ പറ്റില്ല. കാൽപാദം വെക്കാൻ ഒരു സ്ഥലവും ഇല്ല. പോരാത്തതിന് ശക്തിയായിട്ട് എന്തെങ്കിലും ചെറിയ സാധനം, കണികളടക്കം നമ്മുടെ ദേഹത്ത് ഇടിച്ച നമ്മുടെ സ്പേസ് ഷൂട്ടിന് നല്ല പ്രശ്നങ്ങളുണ്ടാവും. മരണം പെട്ടെന്ന് സംഭവിക്കും. കാരണം വായു ഇല്ലല്ലോ. എങ്ങനെയായാലും 2-3 മിനിറ്റ് കൊണ്ട് ആൾക്കാർ മരിക്കും. അതുപോലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇല്ല, എവിടെയും നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഒരു സാധനം കയ്യെത്തും ദൂരത്തുണ്ടെങ്കിലും പിടിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 28,000 കിലോമീറ്റർ സ്പീഡിലാണ് ശരിക്കും പറഞ്ഞാൽ സ്പേസ് ഷട്ടിൽ പോയിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നത്, ഭൂമിക്ക് ചുറ്റും കറങ്ങിയത്. അപ്പോൾ അത്രയും സ്പീഡുള്ള സാധനത്തിൻ്റെ വെളിയിൽ ഇറങ്ങുക പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു സ്പീഡായിരിക്കും അതിന് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വാക്കിംഗ് ഇൻ ദ സ്പേസ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ സ്പേസിൽ ഇരുന്നിട്ട് ഈ പാട്ട് പാടി എന്നാണ് പറയുന്നത്. മലയാളി ആയതുകൊണ്ടാണ് വാക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റ് വരെ വാക്കിംഗ് ഇൻ ദ സ്പേസ് ലൈറ്റ് എന്നൊക്കെ പാടിയത് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു ന്യൂസ് എന്താ വെച്ചാൽ, ഇപ്പോൾ രാജ്യസഭയിൽ അവരെന്തായാലും കൂടിയിട്ടൊന്നുമില്ല. ഇപ്പൊ 10-13 ദിവസമായി അവരെന്തായാലും അടി കൂടിയിട്ട് ഇറങ്ങിപ്പോവുക ചെയ്യണത്. അമിത്ഷാ ആണെങ്കിൽ ആ വഴിക്ക് വന്നിട്ടുമില്ല. അപ്പൊ എന്തായാലും ഇന്ന് അമിത്ഷാ വന്നേ പറ്റുള്ളൂ, അമിത്ഷാന്റെ കാര്യകാരണങ്ങൾ ബോധിപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ വികാരം അമിത്ഷായെ അറിയിക്കാൻ പാർലമെന്ററി ധനകാര്യ കിരൺ റിജിജുവിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പൊ അമിത്ഷാ ഇന്ന് വന്ന് അവിടെ എന്തായാലും കോലാഹലം ഉണ്ടാവും. അമിത്ഷാ രാജിവെക്കണം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതെന്തായാലും രാജിവെക്കാനൊന്നും പോണില്ല, എന്തായാലും നടക്കൂല്ല. ബീഹാറിലെ വെടിവെപ്പുകാരനാണ് ശരിക്കും പറഞ്ഞാൽ രാജിവെക്കണം എന്നുള്ളത്, അത് അമിത്ഷായാണ് ആഹ്വാനം ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാജിവെപ്പിക്കണം എന്നൊക്കെ പറയുന്നത്. അതിൽ എത്രമാത്രം ശരിയുണ്ട് തെറ്റുണ്ട് എന്നറിയില്ല. കാരണം ആ പോലീസുകാരുടെ ഇടയിൽ തീവ്രവാദികൾ ഉണ്ടായിരുന്നു എന്നുള്ള എന്തായാലും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അതും ശരിയാണോ തെറ്റാണോ ഒന്നും നമുക്കറിയില്ല. ഇനി ഇവരുടെ പരം രാഷ്ട്രീയ കളിയാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല എന്തായാലും. പിന്നെ അടുത്തൊരു ന്യൂസ് എന്താ വെച്ചാൽ കുട്ടികൾക്ക് പറ്റിയതാണ്. പോളിടെക്നിക് ITI കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഡയറക്റ്റ് ആക്ച്വലി ഡിഗ്രി പഠിക്കാൻ പോവുക. അത് കേരളത്തിൽ ആദ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ തമിഴ്നാട്ടിൽ മുന്നേ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് +2 കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ITI കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് BTech അടക്കം ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പം അതുപോലെ തന്നെ കേരളത്തിലടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലും കേരളത്തിലും വിദ്യാഭ്യാസത്തിന് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം കേരളത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു വാണിജ്യ നിങ്ങൾക്ക് MSc എടുക്കാൻ പറ്റും, അതായത് PG എടുക്കാൻ പറ്റും. MSc മാത്രമല്ല PG ഏത് വിഷയത്തിലും എടുക്കാൻ പറ്റും. പക്ഷെ കേരളത്തിൽ പറ്റില്ല. നിങ്ങൾ എന്ത് BSc പഠിച്ചോ, നിങ്ങൾ എന്ത് BCom പഠിച്ചോ, ഒന്നില്ലെങ്കിൽ MBA MCom അല്ലെങ്കിൽ MSc നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പം അതിലൊരു ചെറിയ വ്യത്യാസം വന്നിട്ട് +2 ഇല്ലാണ്ട് ITI കഴിഞ്ഞവർക്ക് എന്തായാലും ബിരുദം നടത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ITI പോളിടെക്നിക് കോഴ്സുകൾ പാസ്സായവർക്ക് 4 വർഷം ബിരുദത്തിന് പ്രവേശനം നേടാൻ +2 വേണ്ടെന്ന് സർക്കാർ ഉത്തരവ്. അപ്പോൾ ഞാൻ ഇത്ര നേരം വായിച്ച കേരള കൗമുദിയിലെ ന്യൂസാണ്.
അപ്പോൾ ഇതേ ന്യൂസൊക്കെ തന്നെയാണ് മലയാള മനോരമയിൽ ഫ്രണ്ട് പേജിൽ ഉള്ളത്. ഫ്രണ്ട് പേജിൽ അമിത്ഷായെ പറ്റി അമിത്ഷായോട് വരാൻ പറയൂ എന്ന് ആഹ്വാനം ചെയ്ത ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മനോരമയിൽ ഫ്രണ്ട് ന്യൂസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് 6 ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു ന്യൂസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇടുക്കി, കോട്ടയം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. അപ്പോൾ ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ ഇന്നും നന്നായിട്ട് തന്നെ മഴ പെയ്യുന്നു തന്നെ പറഞ്ഞിരിക്കണം. പക്ഷെ തുടർച്ചയായിട്ട് ഇപ്പോൾ മഴ പെയ്യാത്തതുകൊണ്ട് കുറച്ച് ആശ്വാസം ഉണ്ട്. എന്തായാലും വെള്ളമൊക്കെ താഴ്ന്നുണ്ടല്ലോ. പിന്നെ ഒരു മെയിൻ ന്യൂസ് എന്താ വെച്ചാൽ, വീട്ടിൻ്റെ ഉള്ളിൽ കാട്ടുപന്നിയുടെ ഒരു കുട്ടി ഓടിക്കേറി. 2 വയസ്സായ കുട്ടിക്ക് അത്ഭുത രക്ഷയാണ് ഉണ്ടായത്. അതായത് കൂട്ടം തെറ്റി വന്ന കാട്ടുപന്നി കുട്ടിയാണ്. ഒരു കാട്ടുപന്നിയുടെ ഒരു കുട്ടി എന്തായാലും വീട്ടിൻ്റെ ഉള്ളിലേക്ക് വേഗം ഓടിച്ചെന്ന് കയറിയത് ഒരു 2 വയസ്സുകാരി ഇരിക്കണ ബെഡ്റൂമിലേക്കായിരിക്കും. അപ്പോഴേക്കും കുട്ടിയുടെ പിതാവ് വന്നിട്ട് വേഗം കുട്ടിയെ എടുത്ത് വെളിയിൽ നിന്ന് ഡോർ ലോക്ക് ചെയ്തു. അപ്പോൾ പന്നിക്കുട്ടി എന്തായാലും അതിൻ്റെ കാട്ടുപന്നി എന്തായാലും വീട്ടിൻ്റെ ഉള്ളിൽ ഇതായി. കാട്ടുപന്നിയും നാടൻ പന്നിയും വ്യത്യാസം എന്താ വെച്ചാൽ, കാട്ടുപന്നിക്ക് ചിലർക്ക് തേറ്റയുണ്ടാവും. അതൊക്കെ കൊണ്ടുണ്ടല്ലോ. എൻ്റെ നാട്ടിൽ ഒരു ഓട്ടോറിക്ഷ അടക്കം തേറ്റയും കൊണ്ട് കാട്ടുപന്നി 2 കഷ്ണമാക്കിയിട്ടുണ്ട്. അത്രയും പവറാണ് പന്നീൻ്റെ ഈ തേറ്റയ്ക്ക്. ഇതിലെന്തായാലും ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോയിൽ എന്തായാലും സാധാ ഗിന്നി പന്നീൻ്റെ കാട്ടുപന്നിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ എന്തായാലും അതിനെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേരെ തരുൺ തേജ്പാലിനെ അറിയുന്നറിയില്ല. ഗോവയിലുള്ള ഒരു പ്രശസ്തമായ ഒരു മാഗസീൻ ഉണ്ട്, അതിലത്തെ ഒരു എഡിറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ 62 വയസ്സായിട്ടുണ്ടായിരുന്നു. കുറച്ചു കാലം മുമ്പ് അദ്ദേഹം എന്തിനാ അത്ര റെസ്പെക്റ്റ് ഒന്നും വേണ്ട, അയാൾ സഹപ്രവർത്തകരെ ബലാത്സംഗം ചെയ്തതിന് കേസെടുത്തു. ആദ്യം തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ തെളിവ് സംഘടിപ്പിക്കുക എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്താണ് തെളിവ് കണ്ടുപിടിക്കുക എന്തൊക്കെയോ ആയിട്ടുണ്ട്. ലാസ്റ്റ് എന്തായാലും അവർക്ക് 10 വർഷം തടവാണ് ഈ തരുൺ തേജ്പാലിന് കോടതി കൊടുത്തിരിക്കുന്നത്. 62 വയസ്സായിട്ടോ. 72 വയസ്സ് വരെ എന്തായാലും ഇനിയിപ്പോൾ ജയിലിൽ തന്നെ കിടക്കണം. അത്രയൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ മരിച്ചു പോവുമായിരിക്കാം. ജയിലിൽ ഇങ്ങനെ വയസ്സായവരൊക്കെ വരുമ്പോൾ ജയിലിൽ ഇരുന്നിട്ട് തന്നെ മരിക്കാറാണ് സാധാരണ പതിവ്. അവർ തിരിച്ചു വന്നിട്ട് പുതിയ ജീവിതവും തുടങ്ങുന്നതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ 10 ലക്ഷം രൂപയും പിഴയും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വേറൊരു ന്യൂസ് മനോരമയിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഉള്ളത്. പിന്നെ ഇന്ന് മാധവൻ നായകനായ ഞങ്ങളുടെ ജയറാമൊക്കെ അഭിനയിച്ച JDN ഇന്ന് റിലീസാണ്. JD നായിഡുവിൻ്റെ കഥയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. കൃഷ്ണകുമാർ ആൻഡ് രാംകുമാറാണ് ഇത് എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. പിന്നെ അടുത്തൊരു ന്യൂസ് കോമഡിയാണ് കേട്ടോ. ഒരു കള്ളൻ വീട്ടിൽ കക്കാൻ കയറിയതാണ്. കട്ട സാധനം കൊണ്ട് പോയി. പക്ഷെ പോകുമ്പോൾ ആളുടെ ഫോണും പാൻസും മറന്നു വെച്ച് തിരിച്ചെടുക്കാൻ വന്നപ്പോൾ അയാൾ പിടിയിലുമായി. മൂവാറ്റുപുഴയിലാണ് സംഭവം. പിന്നെ അടുത്ത ഒരു ന്യൂസാണ് ബിഗ് സെല്യൂട്ട് പറഞ്ഞിട്ട്. അതായത് ഭാവന കാന്ത് പറഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്. അവർ ഇന്ത്യയിലെ ആദ്യത്തെ ടോപ്പ് ഗൺ യുദ്ധ പൈലറ്റിലെ എന്തായാലും ഒരു വനിതാ പൈലറ്റായി. അപ്പോൾ ടോപ്പ് ഗണ്ണ് യുദ്ധ പൈലറ്റ് യൂസ് ചെയ്യണതിനൊക്കെ നല്ല ഇതുണ്ട്. നമ്മളെല്ലാവരും ടോപ്പ് ഗണ്ണ് സിനിമ കണ്ടിട്ടുണ്ടാവും, ടോം ക്രൂയിസിൻ്റെ. അപ്പോൾ അത് ഓടിക്കുക പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോൾ അതിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു ലേഡി വരുന്നത്. അങ്ങനെ ഒരു ന്യൂസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇന്ത്യൻ വ്യോമസേന ചരിത്രത്തിൽ ഈ പേര് ഇനി പെൺ മുന്നേറ്റത്തിന്റെ പുതിയ കരുത്ത്. രാജ്യത്ത് ഏറ്റവും മികച്ചവരിൽ മികച്ച യുദ്ധവിമാന പൈലറ്റുമാർക്ക് മാത്രം നൽകുന്ന ടോപ്പ് ഗൺ സങ്കീർണ പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ വനിതയായി അവർ. ഇതുവരെ ഈ നേട്ടം കരസ്ഥമാക്കിയിട്ടുള്ള വ്യോമസേന പൈലറ്റുമാരിൽ 1% പേർ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയില്ല. ഈ ടോപ്പ് ഗൺ എന്ന് പറയുന്ന ഒരു പദവിയാണെന്ന് നമുക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച സിനിമയ്ക്കിട്ട ഒരു സാധാ ഒരു പേര് തന്നെ ആയിരിക്കും എന്നുള്ളത്. പിന്നെ അടുത്ത ബിസിനസ് ന്യൂസാണ്. ബിസിനസ് ന്യൂസിൽ കൊടുത്തിരിക്കുന്ന ആദ്യം തന്നെ സ്വർണ്ണ വില വീണ്ടും ഉയരുന്നു എന്നാണ്. 1,09,000 രൂപയുണ്ട്. അതായത് ഒറ്റ ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ 4,000 രൂപയാണ് പവന് കൂടിയിരിക്കുന്നത്. ഗ്രാമിന് അത്യാവശ്യം 300 രൂപ വെച്ചിട്ട് തന്നെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ന്യൂസാണ് എന്തായാലും കൊടുത്തിരിക്കുന്നത്. അതുപോലെ ക്രൂഡ് ഓയിലിൻ്റെ വില എന്തായാലും സൗദി കുറച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയാലും കുറഞ്ഞാലും നമുക്കിവിടെ പെട്രോളിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതിനിപ്പോൾ അത് നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. ഇന്ന് പോരാത്തതിന് ഇന്ന് കൈത്തറി ദിനമാണ് കേട്ടോ. അപ്പോൾ നെയ്തെടുക്കുന്ന ലോക വിപണി. കൈത്തറിക്ക് ഇപ്പോൾ നല്ല വില കൂടുതലാണെന്ന് എനിക്കറിയാം. കൈത്തറിക്ക് ഇപ്പോൾ പൊതുവേ നല്ല വില കൂടുതലാണ്. നിങ്ങൾക്ക് എത്ര പേര് അറിയുന്നറിയില്ല. കൈത്തറിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം കേരളത്തിൽ കുത്താമ്പുള്ളിയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ കുത്താമ്പുള്ളിക്കുള്ളൂ. അവരാണ് അവിടെ കൈത്തറി കേരളത്തിൽ എല്ലാവിടെയും കൊടുക്കുന്നത്. ഞാൻ ഒരു സെറ്റ് സാരിയൊക്കെ പണ്ട് വാങ്ങാൻ പോയിട്ട് അന്നേ അവിടെ മിനിമം പ്രൈസ് 18,000 രൂപയൊക്കെ ആയിരുന്നു ശരിക്കും കൈത്തറിക്ക്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ 2,000 രൂപ പോക്കറ്റിൽ ഇട്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവർ നടന്നിട്ട് ഒരു 10-12 വർഷമായി.
പിന്നെ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയ കൈത്തറിക്ക് എത്രമാത്രം ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത്. അവിടെ ഈ 10-18,000 രൂപ പറഞ്ഞ ചെറിയ വിലയാണ്. 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം ഇങ്ങനെ വില പോകുന്നുണ്ട്. ബനാറസ് പട്ടും കൊണ്ട്, ബനാറസിലെ നൂലും കൊണ്ട് പട്ടും കൊണ്ടൊക്കെ ഉണ്ടാക്കണ കൈത്തറിയിലെ സാരിക്കൊക്കെ കുത്താമ്പുള്ളിയിൽ 4 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം ഒക്കെ വാങ്ങുന്നുണ്ട്. അത്രയും ഡിമാൻഡാണ് കുത്താമ്പുള്ളിയിൽ, അത്രയും സെയിൽസ് നടക്കുന്നുണ്ട്. പാലക്കാട്, എൻ്റെ വീട് പാലക്കാടാണെങ്കിലും തൃശ്ശൂരാണ്, പക്ഷെ 5 കിലോമീറ്റർ കുത്താമ്പുള്ളിക്ക് ഉള്ളു ശരിക്കും പറഞ്ഞാൽ. വേറെ സ്പോർട്സ് ന്യൂസാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിൽപ്പന വെച്ചിട്ടുണ്ട് എന്നുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC വിൽപ്പന നടപടികൾ വേഗത്തിൽ മുന്നോട്ട്. ക്ലബിനെ വാങ്ങാൻ ലക്ഷ്യമിടുന്നവരെ വിദേശ മലയാളി സംരംഭകർ ഉൾപ്പെടെ കൺസോർഷ്യം ഡ്യൂ ഡിലിജൻസ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് സൂചന. അപ്പോൾ ബാംഗ്ലൂർ FC എന്തായാലും അനന്യ ബിർള വാങ്ങിയ പോലെ കേരള ബ്ലാസ്റ്റേഴ്സും നന്നായിട്ട് തന്നെ നല്ല കോടി രൂപയ്ക്ക് വാങ്ങട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കണം. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ ഡിമാൻഡ് ഇപ്പോൾ ഇല്ല. നല്ല കളിക്കാരൊക്കെ എല്ലാവരും പോയി. അതുകൊണ്ട് ഇപ്പോൾ എന്താവും, ആരെങ്കിലും വാങ്ങുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അടുത്ത ന്യൂസിലില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ വിജയണ്ണ, ഞാൻ നിങ്ങളെ ആകാശത്തോളം വലിയ കോട്ട കെട്ടി അതിൽ വലിയ സ്വർണ്ണ സിംഹാസനം ഉണ്ടാക്കി അതിലാണ് നിങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, ആ ബഹുമാനം എനിക്ക് തീരെ ഇല്ല. നിങ്ങളിപ്പോൾ തമിഴ്നാട്ടിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പൊ തമിഴ്നാട്ടിന്റെ ഫേവറായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടാവുള്ളൂ. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പട്ടി വിലയല്ലേ ഇപ്പൊ നിങ്ങൾ തന്നത്. നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നറിയില്ല, വിജയ് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. അതിൽ തമിഴന്മാർക്ക് നല്ല ഫേവറായിട്ടുള്ള തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ജനിച്ച കുട്ടികൾക്ക് 1 പവൻ സ്വർണം, ഇപ്പൊ കല്യാണം കഴിയണവർക്ക് പട്ട് സാരി, 1 പവൻ സ്വർണം, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ. 200 വാട്ട് വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുത്തു. എല്ലാം ഇപ്പൊ വിജയ് ചെയ്യുന്നുണ്ട്. പക്ഷെ മുല്ലപ്പെരിയാർ ഡാം കെട്ടാൻ മലയാളികളെ കൊണ്ട് സമ്മതിപ്പിക്കില്ല എന്നാണ് വിജയ് പറഞ്ഞത്. അതെന്താ, ഡാം പൊട്ടിയാലേ കേരളത്തിന്റെ പകുതി ജനങ്ങൾ മരിച്ചു പോവും. അപ്പൊ ഈ സാധാരണ ജനങ്ങൾക്കൊക്കെ എന്താ പട്ടി വിലയല്ലേ തരുന്നത്. 2009 വേട്ടക്കാരെ ഇറങ്ങിയപ്പോൾ മുതൽ ഫാൻ ഷോന് പോയിട്ട് പാലഭിഷേകം നടത്തിയിട്ട് കൊടിയും പിടിച്ച് ഈ ജനനായകൻ വരെ ഞാൻ പിന്തുടർന്നു. എനിക്കിപ്പോ പുച്ഛ തോന്നണ്, നിങ്ങളെയല്ല, എനിക്ക് എന്നെ തന്നെ പുച്ഛ തോന്നണം. ഇത്രയും കാലം ഇങ്ങനെ ഒരു വ്യക്തിയാണല്ലോ മനസ്സിൽ ആരാധിച്ചെന്നുള്ളൊരു പുച്ഛം. നിങ്ങൾ നല്ല നട്ടലുള്ള മന്ത്രിയൊക്കെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നട്ടലില്ലാത്ത മന്ത്രിമാരോ അവിടുത്തെ ആണുങ്ങളൊക്കെ നട്ടലില്ലാത്ത ആൾക്കാരുമാണെന്ന് വിചാരിക്കരുത്. പണ്ട് 5 പടം അടുപ്പിച്ച് പൊട്ടിയപ്പോൾ തമിഴന്മാര് വിലക്കിയപ്പോൾ കേരളത്തിലുള്ള ഞങ്ങൾ വിജയ് ഫാൻസ് മാത്രമേ സപ്പോർട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ എന്ത് വിലയാ ശരിക്കും പറഞ്ഞ മനസ്സിൽ ഉണ്ടായിരിക്കുന്നത്. എന്റെ വലിയ സ്വത്ത് നിങ്ങളാണ് എന്നൊക്കെ പറയല് വെറും പട്ടി ഷോ ആണെന്നല്ലേ ഇപ്പൊ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. കേരളത്തെ തടയും ഇത്ര പുതിയ അണക്കെട്ട് വേണ്ടെന്ന് തകർന്നു പോയെന്നും കേട്ടപ്പോ വിഷമായി. സിനിമ വേറെ, പൊളിറ്റിക്സ് വേറെ, തമിഴൻ വേറെ, മലയാളികൾ വേറെ. ആരാധിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ബഹുമാനിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇനി അതൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിലുള്ളവർ ആരാധിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യമല്ലേ. നിങ്ങളിപ്പോ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാണല്ലോ. അപ്പൊ ഇന്നത്തെ പത്രവാർത്താസ് നമ്മൾ കുറച്ചൊക്കെ എല്ലാം നോക്കി. എല്ലാത്തിലും മെയിനായിട്ട് മഴയെ പറ്റിയിട്ടാണ്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. ക്യാമറാമാൻ ലെബിനൊപ്പം സുവിത്ത്.